നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയേട്ടാ, ഗിരിയേട്ടന് ശാലിനിയും തമ്മില് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അല്ല, ശാലിനി പലപ്പോഴും ഗിരിയേട്ടനോട് പെരുമാറുന്ന രീതി കാണുമ്പോ എനിക്കങ്ങനെ തോന്നി. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു അസുഖമാണല്ലേ ഈ സംശയരോഗം. എന്തുകൊണ്ട് അങ്ങനെ ഇത് എന്റെ സംശയമാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാന്നൊന്നും കരുതണ്ട. എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ ചോദിക്കും. ആര് രക്ഷപ്പെടുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തുടങ്ങിക്കോ നിന്റെ ചോദ്യം ചെയ്യല്. ശരി, കല്യാണത്തിന് മുമ്പ് ഗിരിയേട്ടന്റെയും അവളുടെയും ഇടയിൽ വരരുതെന്നും പറഞ്ഞ് പലതവണ ശാലിനി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ശാലിനി നല്ല പഠിപ്പും വിവരമുള്ള പെൺകുട്ടിയാ. അത്യാവശ്യത്തിന് സൗന്ദര്യവും കാശും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു പ്രതീക്ഷയില്ലാതെ ഒരാണിന്റെ പുറകെ ഇങ്ങനെ നടക്കുവോ? ചേടാ, അവൾ എന്റെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് അവളോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ഇന്നേ വരെ അവൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, പലവട്ടം എനിക്ക് അവളെ ആ തരത്തിൽ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്നോട് വൺ സൈഡഡ് പ്രേമമുള്ളതിന് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഇപ്പൊ അവൾക്ക് എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കല്യാണം കൊണ്ട് അങ്ങനൊരു ഉപകാരം മാത്രമേ എനിക്കുണ്ടായത്. ആശുപത്രിയില് ഞാനും ഗിരിയേട്ടനും ചിരിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ ശാലിനിയുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടതാ. അവൾക്ക് ഇപ്പോഴും ഗിരിയേട്ടനെ ഇഷ്ടമാണ്. ചുമ്മാ ഓരോന്ന് പറയല്ലേ. അവളുടെ മുഖം നോക്കിയിട്ട് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനും ഒരു പെണ്ണ, എനിക്കതിന് കഴിയും. ഞാനിപ്പോ എന്ത് വേണം? സത്യം പറയണം. ഗിരിയേട്ടൻ എന്നെ ഇത്രമാത്രം വെറുക്കാൻ കാരണം ശാലിനിയെ നഷ്ടപ്പെട്ടതിന്റെ വിഷമാണോ? ആണെങ്കി പറഞ്ഞാ മതി, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം. നിനക്കെന്താ വട്ടുണ്ടോ? നിന്നോട് എനിക്ക് അകൽച്ച തോന്നാനുള്ള ഒരേ ഒരു കാരണം നിന്റെ യൂണിഫോമാ. അതല്ലാതെ തൽക്കാലം എനിക്ക് വേറെ ഒരു കാരണവും ഇല്ല. പക്ഷെ നിന്റെ ഈ സ്വഭാവം തുടർന്നാൽ വൈകാതെ മറ്റ് പല കാരണങ്ങളും എനിക്ക് കിട്ടിയെന്ന് വരും. അതെ, ഇത് എന്റെ മാത്രം സംശയമൊന്നും അല്ല. ഗിരിയേട്ടൻ ശാലിനിയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അമ്മയെ സ്വപ്നയടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഞാൻ ശാലിനിയുടെ സ്ഥാനം തട്ടിയെടുത്തുന്നാ എല്ലാവരും വിശ്വസിക്കുന്നത്. ശാലിനി നമ്മുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. നാട്ടുകാർക്ക് എന്തും പറയാലോ. നിന്നെ കുറിച്ച് ഇങ്ങനെ കുറെ കഥകള് ആളുകൾ പറഞ്ഞു നടന്നിട്ടില്ലേ? എന്നെ ചേർത്തുണ്ടാക്കിയ കഥയിലെ നായകനെ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് സാരമില്ല. ആർക്ക് സാരമില്ലെന്ന്? നിന്നെ കല്യാണം കഴിച്ച അന്ന് ഈ വീട്ടിലെ സമാധാനം പോയതാ. ഞാനും എന്റെ അമ്മയും തമ്മിൽ വരെ വഴക്കായി. ഞാൻ പറഞ്ഞോ എന്നെ കല്യാണം കഴിക്കാൻ? ഇതും കൂടി കേൾക്കേണ്ട കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിങ്ങനെ തന്നെ വേണം. പാവം കുട്ടിയല്ലേ, കല്യാണം മുടങ്ങിക്കഴിഞ്ഞാ അവളുടെ ഭാവി എന്താവുന്നൊക്കെ ഞാൻ ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു പോയി. എന്തിനാ അത്രയും ചിന്തിക്കാൻ പോയത്? കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞ പോരായിരുന്നു? മതിയായിരുന്നു. ഗോപാൽജി അന്ന് കല്യാണത്തിന് നിർബന്ധിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇങ്ങനൊരു സംശയരോഗിയെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. എനിക്കും ഇങ്ങനൊരു കലിപ്പനെ സഹിക്കേണ്ട ഗതികേടും ഉണ്ടാവില്ലായിരുന്നു. വലിയൊരു പോലീസുകാരി, വലിയൊരു ഗുണ്ട.